എനിക്കൊക്കെ ശരിക്കും ശ്വാസം മുട്ടും മൈഗ്രെയിനും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പോളിസിസ്റ്റിക് ഓവറി ആയിരുന്നു. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഈ യോഗ കാരണമാണ്. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ചേച്ചി ഒരു ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളായിരുന്നോ? ഇല്ല, വല്ലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ ആ ഒരു എന്തെങ്കിലും ഷോർട്ട് ടെമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറിയപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിന് പൊതുവേ ദേഷ്യം വരാത്ത ആളാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് എനിക്ക് തോന്നുന്നു 5-6 ഇയേഴ്സ് ആയിട്ടുണ്ടാവണം. 6 ഇയേഴ്സ് ആയിട്ട് ദേഷ്യം വന്നിട്ടില്ല? ഇല്ല, കുറവാ. കാരണം എന്താ ദേഷ്യം വന്നാൽ ഭയങ്കര വൃത്തികെട്ട ദേഷ്യം. 6 വർഷമായിട്ട് പക്ഷെ മനുഷ്യൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുന്നത്? അതല്ല, അത് ആരായാലും അതിന് മാറാൻ വേണ്ടി എന്തും നമ്മൾ ചെയ്തു പോകും. അങ്ങനത്തെ ദേഷ്യ. അപ്പൊ അതുകൊണ്ട് അതായത് എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞു പൊട്ടിക്കുക. എന്തൊക്കെ ചേച്ചി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്? അങ്ങനെയല്ല. ലാസ്റ്റ് ദേഷ്യം വന്നത് നമ്മൾ US വെച്ചിട്ട്, US ആണ്, ഏതൊരു ഫോറിൻ കൺട്രി എവിടെയോ ആണ്. അപ്പോൾ അന്ന് ബിജുവേട്ടൻ്റെ ദക്ഷ ചെറിയ മോന. അപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു, ഞാൻ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, നമുക്ക് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമുക്ക് ലഞ്ച് പുറത്ത് പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക രാവിലെ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദക്ഷിണ കൊടുത്തു, കുളിച്ചൊക്കെ എല്ലാം റെഡി ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം അറിയാത്ത ഏതോ സ്ഥലം, എനിക്ക് ഓർമ്മയില്ല ഏതാ സ്ഥലം എന്ന്, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും അറിയാത്തൊരു സ്ഥലം. അപ്പോൾ ഉച്ച കഴിഞ്ഞു, ഉച്ചയായിട്ട് വന്നില്ല ലഞ്ച്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി കാണണം. ഞാൻ വിളിച്ച് കിട്ടുന്നേ ഇല്ല. ലഞ്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ദക്ഷിണയും കൊണ്ടുപോയി അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് ഒക്കെ കഴിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവനെന്തോ ഇങ്ങനെ കളിച്ച് അവനെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് 4 o'clock 5 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലമാണ്, പുതിയൊരു സ്ഥലം. ബിജുവേട്ടനെ വിളിച്ച് ഫോണിലും വിളിച്ച് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായി തുടങ്ങി. അവൻ 4, 5, 6 ആയി, 7 ആയി. അപ്പോഴത്തേക്കും മോന് വിശന്ന് തുടങ്ങി, ഡിന്നർ ടൈമായി. പക്ഷേ ഞാൻ പിന്നെയും അവനെ അപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തു, ഞാനും കഴിച്ചു. പക്ഷെ എനിക്ക് അതിനൊന്നും എനിക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. പുതിയൊരു ഫോറിൻ കൺട്രി ആയതുകൊണ്ട് ബിജുവേട്ടൻ ഇല്ലല്ലോ എന്നുള്ള ഒരു എവിടെയാന്ന് എന്തെങ്കിലും പറ്റൂ, അങ്ങനെയൊക്കെ നമുക്ക് ചീത്തയായിട്ടൊക്കെ ചിന്തിക്കുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് 6, 7, 8, 9, 10, 11, 12, 1 മണി, 2 മണി, 3 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ താഴെ അവിടെ ഫോറിനിലൊക്കെ ഇങ്ങനെ കഫേ മാതിരി ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാനൊരു കോഫി കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ ഇരുന്നപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഒരാൾ നല്ല സന്തോഷമായിട്ട് കയറി വരുന്നു. അപ്പോൾ എന്താ ഇവിടെ ഇരിക്കണേ 3 മണിക്ക് കഫേയിൽ. അപ്പം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അവിടെ നിന്നിട്ട്. അപ്പോൾ 3 മണിക്ക് എന്തിനാ കാപ്പി കുടിക്കണേ എന്നൊക്കെ